നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സംഗതി എന്തായാലും എൽ ക്ലാസിക്കോ തോറ്റതോടുകൂടി ബാഴ്സലോണയുടെ ഇത്തവണത്തെ എല്ലാ കിരീട സാധ്യതകളും അവസാനിക്കുകയാണ്. ഇപ്പോൾ 11 പോയിന്റിന്റെ വ്യത്യാസമായി ബാഴ്സയും റയലും തമ്മിൽ ലാലിഗയിൽ. അപ്പോൾ ഇനി അത് പിടിക്കുക എന്നുള്ളത് സാധ്യമല്ല. ചാവി ഹെർണാണ്ടസ് അത് ഇന്നലെ സമ്മതിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പോരാടുക, കാരണം സൂപ്പർ കപ്പിന് യോഗ്യത നേടുക എന്നുള്ളതാണ് പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സംഗതി ഈ ഒരു വീക്കിലേക്ക് കടക്കും വരെ ബാഴ്സയ്ക്ക് ചെറിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ലാലിഗ മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിലൊക്കെ പ്രതീക്ഷ വെച്ചുകൊണ്ടുവന്നതാണ്. ചാവി ഹെർണാണ്ടസ് താൻ ബാഴ്സയുടെ പരിശീലക സ്ഥാനം ഈ സീസണിനൊടുവിൽ രാജിവെക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ നടന്ന 13 മത്സരങ്ങൾ അവർ അൺബീറ്റൺ ആയിട്ട് വന്നതാണ്. 10 വിജയങ്ങൾ, 3 സമനിലകൾ. പക്ഷേ ഈ വീക്കിൽ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു. കഴിഞ്ഞ മിഡ് വീക്കിൽ പാരീസ് സെന്റ് ജർമ്മനോട് തോറ്റു പുറത്താകുന്നു, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താകുന്നു. വലിയ സ്വപ്നം അവിടെ തീർന്നു. പിന്നെ എൽ ക്ലാസിക്കോക്ക് ഒരുങ്ങുമ്പോൾ ചാവി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കളി വിജയിക്കുക, റയലുമായിട്ടുള്ള പോയിന്റ് ഡിഫറൻസ് 8 ആക്കി കുറക്കുക, പിന്നെ പോരാടുക, കിരീടം നേടാം എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക എന്നതായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. തോറ്റതോടുകൂടി 11 പോയിന്റിന്റെ വ്യത്യാസത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇനി ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിഗമനം. എന്തായാലും നോക്കുക, സ്പാനിഷ് സൂപ്പർ കപ്പിൽ ഫൈനലിലാണ് പരാജയപ്പെട്ടത്. റയൽ മാഡ്രിഡിനോടാണ് തോറ്റത്. കോപ്പ ഡെൽ റേയിൽ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്തായി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്തായി. ഇപ്പം ലാലിഗയിൽ 11 പോയിന്റ് പുറകിലുമാണ്. ചുരുക്കത്തിലെ ട്രോഫിലെസ് സീസൺ ഫോർ ബാഴ്സലോണ. ചാവി പടിയിറങ്ങുക. ഈ സീസണിൽ ഒന്നും നേടാതെ വെറും കയ്യോടെയായിരിക്കും. പോയ സീസണിലെ ലാലിഗ കിരീടമുണ്ട്. പക്ഷേ ഈ സീസണിൽ ഒന്നുമില്ലാതെ വെറും കയ്യോടെ പടിയിറങ്ങുന്ന ചാവിയെ കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നില്ല. ചാവി കോൺട്രാക്ട് പുതുക്കുമോ പുതുക്കില്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതിൽ കൂടുതൽ കോൺക്രീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കട്ടെ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.